ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാട റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 6 കാടയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഒരു കടായി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതും 1 സവോള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. സവോളയെല്ലാം വഴന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം വഴന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കാട ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളവും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കാം. കാടയെല്ലാം വെന്തിട്ടുണ്ട്. കാടയെല്ലാം വെന്ത് ഗ്രേവി വറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് 2ആയി പിളർന്നതും കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 5 മിനിറ്റ് മൂടി വയ്ക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കാട റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.